ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. NREGW തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ NREGW തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം സെക്രട്ടറിയുമായ KP ഉമാശങ്കർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും വേതനം കൃത്യമായി നൽകാത്തതും സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. ആനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും സംഘടനാ ഭാരവാഹികളും കേന്ദ്ര നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസിന് ഇനിയും ആയില്ല. ഈ ഭരണം ഞങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങളുടെ നയം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഭരണം നടത്താൻ വേണ്ടി കഴിയില്ല. ഇടതുപക്ഷം ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ വെക്കും, അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന ഭക്ഷണം കഴിക്കാനില്ലാത്ത, ജീവിക്കാൻ സൗകര്യമില്ലാത്ത, നല്ല തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും പട്ടിണി കൂടാതെ ഈ രാജ്യത്ത് ജീവിക്കണം. അതിന് തൊഴിലെടുക്കാനുള്ള ആ മൗലിക അവകാശത്തെ ഒരു നിയമമാക്കി മാറ്റണം എന്ന് UPA ഗവൺമെന്റിന്റെ മുന്നിൽ ഇടതുപക്ഷം വെച്ചു. രണ്ടാമത്, രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിന്റെ ഓഹരികൾ വിറ്റഴിക്കാൻ പാടില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ നടപ്പാക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണം എന്നീ ആവശ്യങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷം UPA ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. നിരവധി തൊഴിലാളികളാണ് പ്രതിഷേധ പരിപാടിയിൽ അണിനിരുന്നത്. CCV ന്യൂസ്, തിരുവല്ലോമല.